വചനമൊഴി മാർച്ച് 21. വചനഭാഗം റോമ 8:1-6, മർക്കോസിന്റെ സുവിശേഷം 12:18-27. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഉത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ എഴുതിയിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. ഏറ്റവും അവസാനം ആ സ്ത്രീയും മരിച്ചു. ഉത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? കാരണം അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. ഈശോ അവരോട് പറഞ്ഞു, ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, പ്രസ്തുത ജീവിക്കുന്നവരുടെയാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചു. മോശയോട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, പ്രത്യുത ജീവിക്കുന്നവരുടെയാണ്. നമ്മുടെ വിശ്വാസവും അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റുപറയുന്നതും അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിലുള്ള വിശ്വാസമാണ്. അബ്രാഹത്തിന്റെ ദൈവം അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ച് വിശ്വസിച്ച് പോയവനാണ് അബ്രാഹം. മോറിയായുടെ മലമുകളിലേക്ക് കയറുന്നത് ബലിമൃഗങ്ങളില്ലാതെയാണ്. എങ്കിലും പുത്രന്റെ സംശയത്തിന് അബ്രാഹത്തിന് മറുപടി ഉണ്ടായിരുന്നു, ദൈവം തരും. തകർച്ചകളെയും തെറ്റിദ്ധാരണകളെയും ഭേദിച്ച് മല കയറുന്നവർക്ക് ബലിമൃഗത്തെ നൽകാൻ കർത്താവിന് കഴിവുണ്ട്. പ്രശ്നങ്ങളിലേക്ക് നോക്കി ആകുലതപ്പെടാതെ ഉന്നതങ്ങളിലേക്ക് നോക്കുന്നവനാകുക. അവിടുന്നെല്ലാം ക്രമീകരിക്കും. ഇസഹാക്കിന്റെ ദൈവം. ഇസഹാക്ക് കാത്തിരിപ്പിന്റെ ഉത്തരമാണ്. ഏറ്റവും കൂടുതൽ മനസ്സ് മടുപ്പിക്കുന്നത് കാത്തിരിപ്പാണ്. എന്നാൽ ഇത് നെഞ്ചുരിപ്പായി മാറണം. മോനിക്ക പുണ്യവതിയുടെ 30 വർഷത്തെ പ്രാർത്ഥനയാണ് അഗസ്റ്റിന്റെ മാനസാന്തരത്തിനു വേണ്ടി അവൾ കാത്തിരുന്ന കാലഘട്ടം. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലും വേദനകൾ അനുഭവിക്കുകയില്ല ദൈവവിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ. മുന്നോട്ട് ചെല്ലുമ്പോൾ കൃപയുടെ വഴി ദൃശ്യമായേക്കാം. യാക്കോബ് വഴക്കിന്റെയും രമ്യതയുടെയും അടയാളമാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മൽപ്പിടുത്തം നടത്തിയവനാണ്. ഏസാവുമായിട്ട് ഏറ്റുമുട്ടലിന്റെ പക്കൽ വരെ എത്തിയതാണ്. ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയവനാണ്. ലാബാനുമായി വഴക്കിലേർപ്പെട്ടവനാണ്. എന്നാൽ ആരോടെല്ലാം മൽപ്പിടുത്തം നടത്തി വഴക്കിലേർപ്പെട്ടോ അവരുമായിട്ടെല്ലാം രമ്യതയിൽ വന്ന അനുരഞ്ജനത്തിൽ വരുന്ന യാക്കോബിനെയാണ് നമ്മൾ കാണുന്നത്. യാക്കോബ് വീഴ്ചകളിൽ നിന്നും തിരിച്ചു വരുന്നവനാണ്. വീണ്ടുപോയവനെയും വീണ്ടെടുക്കുന്നവനായ ദൈവം അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുമ്പോൾ അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം,
കാത്തിരിക്കുന്നവന് ഫലം നൽകുന്നവനും വീണുപോയവനെ വീണ്ടെടുക്കുന്നതിനുമാണ്. ഈ നോമ്പ് കാലഘട്ടം ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധത്തിൽ ആഴപ്പെടുന്നതിനും പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നതിനുള്ള അവസരവുമായി മാറട്ടെ. നഷ്ടപ്പെട്ടു പോയവയെ, വീണുപോയവയെ വീണ്ടെടുക്കുന്നതിനുള്ള അവസരമായി നോമ്പുകാലത്തെ കാണാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.